ഹലോ, വെൽക്കം ബാക്ക്. മാങ്ങ സുലഭമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് മാങ്ങ കൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കാം. മാംഗോ ഓട്സ് സ്മൂത്തി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉള്ളതാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റ് റെസിപ്പീസ്. ഈ സ്മൂത്തി ഉണ്ടാക്കുന്നതിനായി ഞാൻ ഒരു 2 ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്, വലുതാക്കിയും ചെറുതാക്കിയും. വലുതാക്കി കട്ട് ചെയ്തത് സ്മൂത്തി ഉണ്ടാക്കാനും ചെറുത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. കൂടെ തന്നെ 4 ടീസ്പൂൺ ഓട്സ് കുതിർത്തിയത് ഒരു സ്മൂത്തി അല്ലെങ്കിൽ ബ്ലെൻഡറിൻ്റെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേദിവസം രാത്രി 4 ടീസ്പൂൺ റോൾഡ് ഓട്സ് ഒത്തിരിയധികം ഔഷധ ഗുണമുള്ളതാണ്. ഫൈബർ റിച്ചാണ്, പ്രോട്ടീൻ റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കൂടെ തന്നെ തലേദിവസം രാത്രി 10 ബദാം, 10 പംകിൻ സീഡ്സ്, അതുപോലെ 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് കുതിർത്തിയത്, ഇത് 4ഉം ഇട്ട് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളും ഇട്ട് നല്ല ഒരു സ്മൂത്തി പരുവത്തിൽ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അതെല്ലാം കൂടി ബ്ലെൻഡറിലോട്ട് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അരച്ച് നല്ല സ്മൂത്തി ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് പകർത്തി ബ്ലെൻഡറിലുള്ള സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിന് കൂടെ ഒരു 5-6 ഈന്തപ്പഴം മുറിച്ച് സീഡ്സ് എല്ലാം കളഞ്ഞതിലേക്ക് ഇടുകയാണ്. മധുരത്തിന് വേറെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഈന്തപ്പഴവും റൈസിൻസാണ് ഇട്ടിരിക്കുന്നത്. ഒരു 10-25 റൈസിൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിൾ കട്ടിങ്സ്, ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. എൻ്റെ കയ്യിലുള്ളത് ഒരു ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചത്, ഒരു 10 കഷ്ണണ്ടി കട്ട് ചെയ്തത്, പിന്നെ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ മാംഗോ കട്ടിങ്സ്, ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കുക. കുറച്ച് ആപ്പിൾ കട്ടിങ്സും മാംഗോ കട്ടിങ്സും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ കട്ടിങ്സും ഇട്ടു. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് കുതിർത്തിയതും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സ്മൂത്തിയിലോട്ട് പാലോ എന്തെങ്കിലും പൗഡറോ തിക്കുന്നതുണ്ട്, അതല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കുന്നില്ല. ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടി, സിനമൺ പൗഡറും സ്വല്പം ഏലക്കാപ്പൊടിയും ഇട്ട് ഒരിക്കൽ കൂടി നന്നായി ഇളക്കി നമുക്ക് പാത്രങ്ങളിലോട്ട് പകർത്താവുന്നതാണ്. നല്ലൊരു കളറാണ്. മാംഗോയുടെയും ഏലക്കായുടെയും ഫ്ലേവറും കൂടി ആകുമ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഒരുവിധം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. മാംഗോയുടെ മാത്രം മധുരം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ ഞാൻ പകർത്തി മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആപ്പിൾ കട്ടിങ്സും മാംഗോ കട്ടിങ്സും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കാലത്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എൽഡേഴ്സിന് വളരെയധികം ഉത്തമവുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുവാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.